യുഎസിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ വിവർത്തനത്തെ ഔദ്യോഗിക സംസ്ഥാന പുസ്തകമായി നാമകരണം ചെയ്യാനൊരുങ്ങി അമേരിക്കൻ സംസ്ഥാനമായ ടെന്നസി. 8 ബൈബിളും മറ്റ് 9 ഗ്രന്ഥങ്ങളും ടെന്നസി ബ്ലൂ ബുക്കിൽ ഔദ്യോഗിക സംസ്ഥാന പുസ്തകങ്ങളായി പേര് നൽകുന്ന ബില്ലിൽ റിപ്പബ്ലിക്കൻ ഗവർണർ ബിൽ ലീ ഒപ്പുവെച്ചു. ഇതോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ പരിഭാഷ ജൂലൈ 1 ടെന്നസിയിൽ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ് ബുക്കായി മാറും. 1782 ഫിലാഡൽഫിയ പ്രിന്ററായ റോബർട്ട് എയ്റ്റ്കൻ പ്രസിദ്ധീകരിച്ച ബൈബിൾ പരിഭാഷയ്ക്ക് രാജ്യത്ത് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ 1776 ആരംഭിച്ച അമേരിക്കൻ വിപ്ലവം ഗ്രേറ്റ് ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തുകയും ബൈബിളുകളുടെ വിതരണം നിർത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് രാജ്യത്ത് ഒരു ഇംഗ്ലീഷ് ഭാഷാ ബൈബിൾ പ്രസിദ്ധീകരിക്കാൻ എയ്റ്റ്കനെ പ്രേരിപ്പിച്ചു. കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൻ്റെ പതിപ്പായ ഈ വിവർത്തനം വത്തിക്കാൻ അംഗീകരിച്ചിട്ടില്ല. അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസ് ബൈബിളിൻ്റെ അംഗീകൃത വിവർത്തനങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ മാസം ക്രിസ്ത്യൻ പൈതൃക മാസമായി അംഗീകരിക്കുന്ന ഒരു ബില്ലും പാസാക്കിയിട്ടുണ്ട്. ദൈവവിളികളും പൗരോഹിത്യവിളിയും യുവജനങ്ങൾക്കിടയിൽ വളർത്തുന്നതിന് വ്യക്തിപരമായ പ്രോത്സാഹനവും ദിവ്യകാരുണ്യ ആരാധനയും നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് പഠന റിപ്പോർട്ട്. ഏപ്രിൽ 15 ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി അപ്പസ്തോലേറ്റിൻ്റെ അപ്ലൈഡ് റിസർച്ച് സെൻറ്റർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. ഈ വർഷം ഏപ്രിൽ 21 ഈസ്റ്ററിൻ്റെ 4ാം ഞായറാഴ്ച ലത്തീൻ സഭയിൽ ആചരിക്കുന്ന 61ാം വാർഷിക ലോക പ്രാർത്ഥനാ ദിനത്തിൻ്റെ മുന്നോടിയായാണ് റിപ്പോർട്ട് വരുന്നത്. സർവേയിൽ യുഎസിലെ 128 രൂപതകളിൽ നിന്നും 29 സന്യാസ സമൂഹങ്ങളിൽ നിന്നുമുള്ള വൈദികാർത്ഥികൾ പങ്കെടുത്തു. ഒരു സാധാരണ ഗ്രീക്ക് ദ്വീപിൻ്റെ ശാന്തമായ അന്തരീക്ഷവും തികഞ്ഞ നീലാകാശവും വെള്ളച്ചായം പൂശിയ വീടുകളുമെല്ലാം ചേർന്ന് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് പാറ്റ്മോസ്. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന വെളിപാട് ഗ്രന്ഥം വിരചിതമായ സ്ഥലം എന്ന നിലയിലാണ് ഈ ദ്വീപ് ഇന്ന് പ്രസിദ്ധമായിരിക്കുന്നത്. തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഈ ദ്വീപിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും സന്ദർശനത്തിന് എത്തുന്നത്. 3000-ഓളം വരുന്ന ജനസംഖ്യയും ഏകദേശം 40 സന്യാസിമാരുമുള്ള ഡോഡേക്കാനീസ് ദ്വീപ സമൂഹത്തിൻ്റെ വടക്കേയറ്റത്തുള്ള പാറ്റ്മോസ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. സെപ്റ്റംബർ 11 മുതൽ 13 വരെ നടക്കുന്ന ഫ്രാൻസിസ് പാപ്പായുടെ സന്ദർശനം രാജ്യത്തിൽ പല മേഖലകളിലും നവീകരണത്തിന് കാരണമാകുമെന്ന് സിംഗപ്പൂർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വില്യം ഗോ. ഈ വർഷാവസാനം ഫ്രാൻസിസ് പാപ്പായുടെ ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് കർദിനാൾ തങ്ങൾ ആവേശത്തോടെ പാപ്പായെ കാണുന്നതിനായി കാത്തിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.